അവയവ തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4000-ഓളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരിൽ 15% പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു. 10 മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും അവയവങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നു. കേരള സർക്കാരിന്റെ പഠനപ്രകാരം 2000-ഓളം ആളുകൾ വിവിധതരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. സെബിന ഒരു SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നത്. ഇതന്നെയെല്ലാം വളർച്ചയിലും വളരെ ചെറുതായിട്ട് കാണിച്ചു. ഇപ്പൊ ഞങ്ങൾ 1ാം ക്ലാസ്സിൽ ആക്കിയപ്പോൾ തന്നെ 5 വയസ്സിന് 6 വയസ്സാക്കിയപ്പോഴും കാണിച്ചു, വളരെ ചെറുപ്പത്തിൽ തന്നെ. പിന്നെ 10ാം ക്ലാസ്സിലായപ്പോൾ ക്ലാസ് ടീച്ചർ തന്നെ വീട്ടിൽ വന്നൊരു ദിവസം പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും ബാക്ക് പെയിൻ ഉണ്ട്, വേദന എടുക്കുന്നുണ്ട് പറഞ്ഞിരിക്കും. ഒന്നിരാടം പനിയും വരുമായിരുന്നു. കാരണം ക്ലാസ്സിൽ പോകുന്നതൊക്കെ മുടങ്ങുമായിരുന്നു. അവസാനം അവർ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടേ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചു. ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർക്ക് സംശയം തോന്നി. അവർ സ്കാൻ നടത്തി. സ്കാനിങ്ങിലാണ് പറഞ്ഞ 2 വൃക്കകളും ചുരുങ്ങിയിരിക്കുകയാണ് ജന്മന. അത് ഡയാലിസിസ് കൊണ്ട് മാത്രം നടക്കില്ല, മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്താ തോന്നി? ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ആ സമയത്ത് ഞാനൊരു ക്യാൻസർ പേഷ്യന്റും കൂടിയായിരുന്നു. എനിക്ക് ശ്വാസകോശത്തിൽ അർബുദം വന്നതാണ്. 7 കൊല്ലത്തോളം ഞാൻ അതുമായിട്ട് നടന്നു. RCCയിലും ലേക്ഷോറിലൊക്കെ ചികിത്സിച്ചാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? അതെങ്ങനെ അതിജീവിച്ചു അതിനെ? എനിക്ക് എന്റെ ഒരു മനോധൈര്യമായിരുന്നത്. പിന്നെ ദൈവത്തിന്റെ ഒരു കൈകൾ അതിനകത്ത് പ്രവചിച്ചെന്ന് വേണം പറയാൻ. ആദ്യം ബുദ്ധിമുട്ട് തോന്നി. ഇപ്പൊ എന്റേത് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ഞാൻ ക്യാൻസർ പെൻഷനാണ്, അതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ മാറിയത് കൊണ്ടാണെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലോ എന്നുള്ള രീതിയിൽ ഓങ്കോളജി ഡോക്ടർ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പിന്നീട് അവസാനം അത് മദ്രാസിൽ അപ്പോളയിൽ കൊണ്ടുപോയി എല്ലാം ടെസ്റ്റ് ചെയ്തു. കൂടാതെ അമൃതയിൽ ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാറ്റിവെച്ചത്. ഏജന്റ് അവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഉള്ളതായിരുന്നു. അത് കിഡ്നിക്ക് അവർ ചോദിച്ചത് 1 ലക്ഷം രൂപയായിരുന്നു ആ സമയത്ത്, 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇല്ല, ഞങ്ങളോട് വാങ്ങിച്ച പൈസ കുറച്ച് അഡ്വാൻസ് എന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു. അത് അയാൾ ഓടിക്കളഞ്ഞത് കൊണ്ട് തിരിച്ചു തന്നു. തിരിച്ചു തന്നു ഏജന്റ്. അയാള് ആദ്യം കണ്ടെത്തിയ ഓണർ മുങ്ങിയത് കൊണ്ട്. ഫാദറിന്റെ എടുക്കാമെന്ന് തീരുമാനിച്ചത് പിന്നെയും ഡയാലിസിസ് തുടങ്ങി. ഈ 1ാമത്തെ പ്രാവശ്യം ഓപ്പറേഷൻ മുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2-3 വർഷമായപ്പോഴത്തേക്കും വാപ്പ തന്നെ പറഞ്ഞ് ഇങ്ങോട്ട് പറ്റുമെങ്കിൽ എന്റേത് എടുക്കാമെന്ന് ടെസ്റ്റൊക്കെ നടത്താനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് അതെടുക്കുക. വാപ്പാടെ കിഡ്നി എടുക്കാനായത്. എന്റെ ട്രാൻസ്പ്ലാന്റ് അത് ഏപ്രിൽ 22-ാം തീയതിയാണ്. വർഷം ഞാൻ ഓർക്കണില്ല. ഒരു വർഷത്തിനടുത്ത്. ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ 6 മാസത്തോളം നല്ല ശരിക്കും ശ്രദ്ധിക്കണമായിരുന്നു. ആദ്യം 10,000 രൂപയ്ക്ക് മേൽ രൂപയുടെ ഗുളിക ഉണ്ടായിരുന്നു. ഇപ്പോ ഓരോന്നും കുറച്ച് വന്ന് 5,000-6,000 രൂപയിൽ ഒരുങ്ങും. കൂടുതൽ ഞങ്ങൾ സാമ്പത്തികമായി സഹായിച്ചത് എന്റെ അമ്മാവന്റെ മക്കളാണ്. അവര് ദൂരദർശനിലും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, ജോലിയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. അവരാണ് എന്നെ സഹായിച്ചത്. ഒരു അഡ്വക്കേറ്റ്, ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു അഡ്വക്കേറ്റാണ് എന്റെ മാമാടൊരു മകൻ. പിന്നെ എറണാകുളത്തുള്ള ചില സംഘടനകളും ചില വ്യവസായ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ജോയി ആലൂക്കാസാണ് എടുത്തു പറയേണ്ടത്. 2 പ്രാവശ്യം അവർ സഹായിച്ചിട്ടുണ്ട് സർജറി ടൈമിനൊക്കെ. പിന്നെ ഓറിയന്റൽ മെറ്റൽസ്, ഇതിനുള്ളവരൊക്കെ സാമ്പത്തികമായി സഹായിച്ചു. അതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വലിയ കുഴപ്പമില്ലാതെ പോയി.
അതിനുശേഷം വല്ല ജോലിക്കോ വല്ലതും പോയായിരുന്നു? അതിനുശേഷം ഇതൊക്കെ ചെയ്യാൻ ഞാനോ? ഞാൻ ജോലിക്ക് പോയിരുന്നു. എന്താണ് ചെയ്തോണ്ട്? അത് ഞാനിപ്പോ കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്തോണ്ടിരുന്നത്. എന്താണ് ജോലിയുടെ ഒരു സ്വഭാവം? ജോലിയുടെ ഞാൻ സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്ര വലിയ ഭാരമുള്ള ചുമക്കേണ്ട കാര്യമില്ല സൂപ്പർവിഷൻ പണി എന്ന് പറയുമ്പോൾ. എങ്കിലും എല്ലാ കാര്യത്തിനും ഓടി നടന്നതും എല്ലാം ഞാൻ തന്നെ. ഇപ്പോഴും ഞാനിപ്പോ വീട്ടിൽ കൃഷിപ്പണി ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയും ഞാനും ഇളയ മകളും മാത്രമേ ഉള്ളൂ. 2 മക്കൾ വേറെ ഉണ്ട്, അവര് വിദേശത്താണ്. അതായത് മൂത്ത മകള് നേഴ്സാണ്, കല്യാണം കഴിച്ചു വിട്ടു. സൗദി ഡിഫൻസിലാണ്. ഇളയാള് ഖത്തറിലാണ്, പുള്ളി ഡ്രൈവർ. 2ാമത്തെ ആളാണ്. ഹോസ്പിറ്റലില് ഒരു പ്രാവശ്യം രണ്ടാമത് തന്നെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് വാപ്പാടത് തരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കെ രാത്രി എനിക്ക് പെട്ടെന്ന് ഫിക്സ് വന്ന കാരണം നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രമേ അന്ന് ചെയ്യാന്നുള്ളത് സമ്മതിച്ചു. പിന്നീട് കുഴപ്പമൊന്നും കാണാഞ്ഞുകൊണ്ട് അത് ചെയ്തു. പിന്നെ തുടർന്നുള്ള കുറച്ച് മാസം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് ശേഷം ഞാൻ ഡീഫ് ഫാമിന് പോയി. +2 കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ അവിടെ ഇരിക്കണമായിരുന്നു. അതുകൊണ്ട് 1 വർഷത്തെ പഠിത്തം നടന്നില്ല. 2ാമത്തെ വർഷമാണ് ഫാർമസി കോളേജ്, അവിടെ തുറവൂരുള്ള ഒരു കോളേജുണ്ട്, SNGM ഫാർമസി കോളേജ്. ആ കോളേജിൽ അഡ്മിഷന് ശ്രമിച്ച് ഡിഫാമിന് കിട്ടി, പഠിച്ചു. 2 കൊല്ലത്തെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസം ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. 90 ദിവസം അതും ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞ് ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് അപേക്ഷിച്ച് നോക്കി. എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം മിക്കയിടത്തും കിട്ടിയില്ല. അവസാനം ഞാൻ അവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ വെറുതെ പോയി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പഠിച്ചു. 1-2 മാസം നിന്ന്. അത് കഴിഞ്ഞ് പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടാണ് ഇവിടെ അപ്പോത്തിക്കരി ഫാർമസിയിൽ വർക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് എല്ലാം പറഞ്ഞൊക്കെ ആക്കി ഇവിടെ ഞാൻ ഫാർമസിസ്റ്റായിട്ട് ചാർജ് എടുത്ത്. നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ ഒരു ഫാദർ തയ്യാറായാൽ പോലും ഇന്ന് ഒരുപാട് പേര് നിയമ തടസ്സങ്ങളുണ്ട്. അന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണേ നിയമ തടസ്സം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പേപ്പർ വർക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ നീങ്ങി. കാരണം അതിനധികം നിയമ തടസ്സങ്ങളൊന്നുമില്ല സ്വന്തക്കാരാണ് കൊടുക്കുന്നതെങ്കിൽ. ഇത് ലഘൂകരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ തടസ്സങ്ങൾ? അന്ന് ലഘൂകരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ല, ചില കാര്യങ്ങളൊക്കെ ലഘൂകരിച്ചിട്ടുണ്ട് സർക്കാർ തന്നെ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പോലീസ് വെരിഫിക്കേഷൻ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറ്റസ്റ്റേഷൻ, റേഷൻ കാർഡ്, ID കാർഡ്, അത് അറ്റസ്റ്റേഷൻ, നോട്ടറി അതിൽ അറ്റസ്റ്റ് ചെയ്യണം. നമ്മുടെ ഒരു ബന്ധു, ഞാൻ അച്ഛനായിട്ട് മറ്റൊരു അച്ഛൻ, ആ അച്ഛന്റെ ID കാർഡ്, അതിന്റെ ഈ ഡീറ്റെയിൽസ് ആ വ്യക്തിയുടെ അത് ഡോക്യുമെന്റ്. പിന്നെ എന്റെ എല്ലാ ഓർഗൻസിന്റെയും മെഡിക്കൽ ടെസ്റ്റുകൾ, അതിന് ഹോസ്പിറ്റലിലേക്ക് കയറി ഇറങ്ങണം. നമ്മളൊരു 1 മാസത്തോളം പല ടെസ്റ്റുകൾ, എല്ലാ ഓർഗൻസും ടെസ്റ്റ് ചെയ്യാൻ എന്റെ റിസൾട്ട് കിട്ടണം. ഇതൊക്കെ കയറി വരും 2-3 മാസം എടുക്കും. ഇപ്പൊ നമ്മളത് മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡോക്യുമെന്റ്സിന്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം കള്ളത്തരത്തിൽ ധാരാളം പേര് കാശിന് കിഡ്നി കൊടുക്കുന്നവരുണ്ട്. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അത് അധികം ചുരുക്കാനും പറ്റില്ല, കാരണം അത് ഇവിടെ നടക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ എത്രയോ മുമ്പ് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അമേരിക്ക, UK, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, മസ്കറ്റ്, UAE ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതില് മസ്കറ്റും UAEയിലും അനുവാദമായിട്ടില്ല ഇതുവരെ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇത് വർഷങ്ങളായിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങൾ ധാരാളമുണ്ട്. ധാരാളം പേര് കൊടുത്തിട്ടുണ്ട്. അതൊരു കോമൺ തിങ് അവിടെയൊക്കെ. നമ്മുടെ എവിടെയാണ് ഇതൊരു പുതിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. മരണശേഷം കൊടുക്കുന്ന കാര്യവും ഇന്ന് കേരളത്തിലെ ഒരു 10-17 വർഷം മുമ്പ് ഒരു അപൂർവം പേര് കൊടുത്തിരുന്നുള്ളൂ. എല്ലാവർക്കും മരണശേഷം കൊടുക്കുന്നതാണോ? ഇന്ന് ഇന്ത്യയിലെ അവയവം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് കേരളമാണ്. കാരണം ആരും ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കില്ല അധികം പേരും. അത് ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സ്ഥലം. അവയവദാനത്തിന്റെ പ്രസക്തിയെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്.
എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്രയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കിഡ്നി നഷ്ടപ്പെട്ടവര്, കരള് കേടാവുന്നവര് അതൊക്കെ കൂടിക്കൂടി വരിക. അത് എന്താ പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന വിഷാംശങ്ങൾ കലർന്ന പച്ചക്കറിയാണോ അല്ലെങ്കിൽ ബാക്കി അല്ലെങ്കിൽ കുടിവെള്ളമാണോ, എന്തൊക്കെ തന്നെയായാലും ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ രോഗികളായി മാറുന്നു, ഡയാലിസിസുകാരുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ആവശ്യക്കാരിതിങ്ങനെ കൂടിക്കൂടി വരിക, അത് ഒരു കഷ്ടമാണ്. അപ്പൊ അതിലും നമ്മൾ ശ്രദ്ധ നൽകുന്നുണ്ട്. കാരണം പലപ്പോഴും സെമിനാറുകളിൽ ആദ്യമേ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ആദ്യമേ തന്നെ അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് കൺട്രോൾ ചെയ്യണം. പലപ്പോഴും പ്രഷർ, ഷുഗറൊക്കെ ഉള്ള വ്യക്തികളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കിഡ്നി പോകുന്നതൊക്കെ. അപ്പൊ വ്യക്തികളുടെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ കുറെ കുറയ്ക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മരണാനന്തര അവയവദാനം കുറെ പോപ്പുലറായി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ അവൈലബിലിറ്റി വളരെ കൂടും. കാരണം ഇതുകൊണ്ട് അവയവങ്ങൾ ലഭിക്കാണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡെയിലി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന എത്രയോ രോഗികളുണ്ട്. സമൂഹത്തിലെ അവയവദാനത്തിന്റെ പ്രസക്തി വളരെ വലുതാണെന്ന്. കാരണം ഇപ്പൊ എല്ലാവരും കൊടുക്കാൻ ധാരാളം പേര് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ അവയവദാനം നടത്താൻ പലരും മടി കാണിക്കുന്നുണ്ട്. പക്ഷെ ആക്സിഡന്റിൽ മരണപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ ധാരാളം ആളുകളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുക, അതാണ് നല്ലത്. ഇപ്പം സ്വാഭാവിക മരണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നേത്രപടലം മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഇത് സമൂഹത്തിൽ എല്ലാവരിലേക്ക് എത്തണമെന്നുള്ള ചിന്താഗതിക്കാരനാണ്. അപ്പൊ ഞാൻ കേട്ടോ, അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണോ? അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് അത് പ്രോത്സാഹിപ്പിക്കുക. ഗവൺമെന്റ് തന്നെ മൃതസഞ്ജീവനിയുണ്ട്, അത് മാത്രം പോരാ, മറ്റുള്ളവരും വേറെയും പല കാരണങ്ങൾ കൊണ്ടും അത് ഒന്നുകൂടി വിപുലീകരിക്കണമെന്നുള്ളതാണ്. നമ്മൾ പോയാലും നമ്മളുടേത് കൊണ്ട് മറ്റുള്ളവർ ജീവിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക, അതാണ് ഇതിൽ പ്രധാനം. ഇപ്പൊ മകള് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ജോലി ചെയ്ത് പോകുന്നു, അതിലൊരു സന്തോഷമുണ്ട്. ഉണ്ട് അല്ലേ? മകൾ ആദ്യം ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ ഡിഫാമിന് വിട്ടത്, ഡിഫാം പാസ്സാകുകയും ചെയ്തു. ഇപ്പൊ ഈ രോഗമുള്ള സമയത്ത് തന്നെ അവള് 65% മാർക്കോടുകൂടി +2 പാസ്സായി. കാരണം അത് എനിക്കതിൽ നിന്ന് വിജയിക്കണമെന്നുള്ള ചിന്താഗതി അവളുടെ മനസ്സിലുണ്ടായി. കിഡ്നിയുടെ അസുഖം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ സാധാരണ കുട്ടികളെ പോലെ തന്നെ ഓടിച്ചാടി ജസ്റ്റൊക്കെ നടന്നിരുന്നു, കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോവായിരുന്നു. അസുഖം വന്നതിന് ശേഷം ബാക്കിയുള്ളവരോടൊപ്പം അത്ര ഊർജ്ജസ്വലതയോടെയൊന്നും എനിക്ക് കളിക്കാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു. പിന്നെ 9ലും 10ലും ഒക്കെ പഠിച്ചിരുന്ന സമയത്ത്. പിന്നെ ബാബ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം എന്റെ ചേരുവാന്ന് നോക്കാന്ന് പറഞ്ഞപ്പോ അതൊരു വല്ലാത്ത ഒരു ഇതായിപ്പോയി, വല്ലാത്തൊരവസ്ഥയാണ്. ആദ്യം ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെ പെട്ട ആളെ വേണം. അപ്പോൾ വാപ്പാക്ക് ഉണ്ടെങ്കിലും വാപ്പാക്ക് എന്തോ ചെറിയൊരു അസുഖം വന്ന് തുടക്കമായിരുന്നു. അത് വന്ന കാരണം ആദ്യം വേണ്ടെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് എന്തോ തോന്നി തരാമെന്ന് സമ്മതിച്ച് വാപ്പ. അങ്ങനെ ചേരുവാന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാണ്. ചേരുവെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്പ്ലാന്റ് നടത്തി. അതിനുശേഷം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, തുടർച്ചയായിട്ട് അതിന്റെ മരുന്ന് കഴിച്ചാൽ മതി. ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട് 3 എണ്ണം, അത് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പ്രഷറിന്റെ മരുന്നും കൂടത്തിൽ കഴിക്കുന്നുണ്ട്. കടാവറായാലും റിലേറ്റഡ് ആയാലും ഒരു റിസ്ക് ഉള്ളത്, എല്ലാ അവയവങ്ങളും നമുക്ക് കൊടുക്കാനേ പറ്റും. അച്ഛനായാലും അമ്മയ്ക്കായാലും കടാവറായാലും അത് സംരക്ഷിക്കണമെങ്കിൽ അതിന് മരുന്ന് വേണം. മിക്കവാറും ചിലതൊക്കെ റിജക്ഷൻ വരും. എല്ലാവരുടെയും വിചാരം കിഡ്നി മാറ്റി വെച്ചുകൊണ്ട് റിജക്ഷൻ ആവണം, ലിവർ മാറ്റി വെച്ചുകൊണ്ട്. സത്യം അതൊന്നുമല്ല. 0.5% ഓപ്പറേഷൻ കഴിഞ്ഞുവിടുമ്പോഴുള്ള റിജക്ഷൻ ഉള്ളൂ. ബാക്കിയെല്ലാം സ്ഥിരമായി മരുന്ന് കഴിക്കണം. 10,000, 15,000. ചില ആളുകൾക്ക് ഡയബറ്റിക് ഉണ്ടാവും, വേറെ കുറെ അസുഖങ്ങളുണ്ടാവും, ഹാർട്ട് കംപ്ലൈന്റ് ഉണ്ടാവും, അതിനും കഴിക്കണം. കിഡ്നി മെയിൻറ്റെയിൻ ചെയ്യാനും കഴിക്കണം. അപ്പോൾ 15,000 രൂപ വരും. ഈ ആവേശമുണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നു.
എങ്ങനെയും കഴിയില്ല കേട്ടോ. മാസം 15,000 രൂപ കിട്ടാവുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ അത് നമ്മളെ അത്രയും പൈസ കിട്ടാവുന്ന എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇല്ലാത്ത ആള് ചാടിക്കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 5-6 മാസം കഴിയുമ്പോൾ മരുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അയാൾ മരുന്നിന്റെ അളവ് കുറയ്ക്കും. അയാൾക്ക് സ്വയം തോന്നുകയാണ് കുഴപ്പമൊന്നുമില്ല, 100 mg കഴിക്കുന്നത് 50 കഴിച്ചാൽ മതി. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് കുറയ്ക്കുകയും പിന്നീട് അതും കൂടി കഴിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു നേരം കഴിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെയാണ് കിഡ്നി റിജക്ട് അല്ലെങ്കിൽ ലിവർ ഏതായാലും റിജക്ട് ആവണം. അല്ലെങ്കിൽ 100% റിസൾട്ടാണ്. അപ്പൊ നമുക്ക് ഈ രോഗികളോട് പറയാനുള്ള ഒന്ന്, രോഗി ആയിച്ച കടാവറിന് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഭാവിയെക്കുറിച്ച് നല്ലൊരു തീരുമാനം എടുക്കണം. എന്താണ്, ഞാനിത് മാറ്റി വെക്കണോ, അല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമല്ലേ കിട്ടുക? അവിടെയാണ് പ്രശ്നം. അല്ലാതെ ട്രാൻസ്പ്ലാന്റിൽ ഒരു കുഴപ്പമില്ല. എല്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജ് ആയാലും അണുബാധിതയൊക്കെ വരുന്നത് വളരെ വളരെ അത് വിരലെണ്ണാവുന്ന 1000 കേസിൽ ഒന്നൊക്കെ വരുള്ളൂ. എന്താ വെച്ചാൽ എല്ലാവരും ഹൈജീൻ, ഒരു ആശുപത്രിയും പൂട്ടാൻ ആഗ്രഹിക്കില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ചീത്തപ്പേരല്ലേ. എല്ലാവരും ബിസിനസ്സാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ഒക്കെ നല്ല തന്നെ. ഇവിടെയാണ് പ്രശ്നം. മെഡിക്കൽ കോളേജിലും നല്ല കെയർ തന്നെ കൊടുക്കണം. ഡോക്ടേഴ്സിന് എല്ലാവർക്കും ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സ് ഇപ്പോൾ ഉള്ളവരെല്ലാം അവരുടെ സ്ഥാനത്തിൽ. ഇപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവയം മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ദൈവതുല്യമാണ് ആ ഡോക്ടർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എത്രയോ ലക്ഷം രൂപ കൊടുത്ത് മാറ്റിവെക്കേണ്ട സർജറി വളരെ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കുന്ന ആ മനസ്സ് അത് എല്ലാ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സിനുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു നമ്മുടെ കുടുംബത്തൊരു രോഗി ഉണ്ടാകുന്നു, നമ്മൾ കൊടുക്കുന്നു. ഈ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കുറിച്ച് പറയാം. കുടുംബത്തില് സപ്പോർട്ട് നല്ലോണം ഉണ്ടാവും. കാരണം ഒരാളെ ജീവൻ രക്ഷിക്കുന്നതല്ലേ, അതിന് നല്ല സപ്പോർട്ടാണ്. അല്ല, പല കുടുംബത്തിലും അതില്ല എന്നാണ് കേൾക്കുന്നത്. അത് ചിലരില്ല. ഇപ്പൊ ഭാര്യക്ക് ഭർത്താവ് കൊടുത്തില്ലെന്ന് ചോദിക്കും, ഭർത്താവിന് ഭാര്യ കൊടുത്തിരുന്നിരിക്കും. ഇപ്പോ ജ്യേഷ്ഠത്തിക്ക് അനിയത്തി കൊടുത്തില്ലെന്ന്, അങ്ങനെയുള്ള പല കംപ്ലൈന്റും പലയിടത്തും കേൾക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ ചിലർ പണം ചോദിക്കുന്നുണ്ട്. അതെന്താണ് പണം ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഭാവിയിൽ അവൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇതുമൂലം എന്റെ അവളെ ചികിത്സിക്കാൻ കാശില്ല എന്നുള്ള ചിന്താഗതി. അങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാം പള്ളുവരത്തിലുള്ള. അത് ഭാര്യയുടെ അനിയത്തിക്ക് വേണ്ടി കൊടുത്തപ്പോൾ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡ് പറഞ്ഞ് 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ അവര് കൊടുത്തപ്പോൾ ഇനിയും കൊടുത്തു. പക്ഷെ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. സ്വീകരിച്ചയാള് എന്തോ അസുഖം വന്ന് തട്ടിപ്പോയി. ഒരുപാട് ജീവിതത്തിന്റെ എന്താ പറയാ, ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാണ് ഇല്ല. അത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അതൊരു ഒരു മാതൃക, ഒരു ശക്തിയാണ്. ദൈവത്തിന്റെ ഒരു കരങ്ങൾ ഇതിനകത്തുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലേ കാര്യങ്ങളെല്ലാം നടന്നത്. അല്ലെങ്കിൽ ചെറിയ ഒരു ന്യൂനത ഉണ്ടായാൽ മതി, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കൊടുക്കും. ഞമ്മൾക്ക് കൊടുക്കാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് മേടിക്കാൻ ചെന്ന് ഞങ്ങൾക്കുള്ള അനുഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന ഒരാളെ അവരെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ അവര് അതിൽ നിന്ന് പിന്മാറും. കൂടുതൽ ഈ അവയവദാനം നടത്തുന്നവര് താഴേക്കിടയിലുള്ളവരും ഇടത്തരക്കാരുമാണ്. മേൽത്തരക്കാരായി ഇതിൽ കാണാറില്ല. അവരെന്താ ചെയ്യുന്നത്? അവരൊന്നെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ഇപ്പൊ അസോസിയേഷനിലുള്ളതും താഴേക്കിടയിലുള്ളവർ മാത്രമാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത നിലവാരമുള്ളവരാരുമില്ല, സാധാരണക്കാർ. മീഡിയം ഫാമിലി മാത്രം. കൊടുക്കുന്നതിൽ ഇപ്പൊ ഞാൻ കൊടുത്തത് ഞാൻ ബന്ധപ്പെട്ടവരും മിക്കവരും സാധാരണക്കാരാണ്. മേൽത്തട്ടിലുള്ള ആരുമില്ല. ഞാൻ മീഡിയം ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഞാൻ ഈ ആശുപത്രി ഇറങ്ങിയ പലരും കണ്ടുള്ളൂ. പക്ഷെ മുന്നോക്കക്കാരും ഇതിനകത്ത് കാണുന്നില്ല. അത് ഞങ്ങൾക്കൊരു ഇപ്പൊ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ദിനേശ് ബാലകൃഷ്ണൻ തന്നെ YMCAയിൽ വെച്ച് പറഞ്ഞു, മുന്നോക്കക്കാരും ഈ പരിപാടിക്ക് കാണുന്നില്ല. അവയവദാനത്തിന് കൂടുതലും കൊടുക്കുന്നത് ഈ ഇടത്തരം ഫാമിലിയും താഴേക്കിടയിലുള്ളവരുമാണ്. ആ ഇത് മാറിക്കിട്ടണമെന്നാണ് പറയുന്നത്. പക്ഷെ മുന്നോക്കക്കാരിലേക്ക് എന്നത് അവർക്കൊരു ബോധവൽക്കരണം കൊടുത്താലും അതൊരു മൈൻഡ് ചെയ്യുന്നില്ല. ദൈവം നമ്മൾക്ക് എല്ലാ അവയവങ്ങളും തന്നിട്ടുണ്ട്. അത് തിരിച്ച് അതുപോലെ സംരക്ഷിച്ച് ആർക്കെങ്കിലും കൊടുത്തു പോകുക എന്നുള്ള രീതിയിൽ ഓരോരുത്തരും. ഇതിപ്പോ അവയവദാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ വന്ന് സ്വന്തം അവയവം നശിച്ച ഒരാൾക്ക് ബ്രെയിനത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സംഭവം ഏറ്റവും നല്ല പരിശുദ്ധിയായി. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും സാധനം നമ്മൾ നശിപ്പിച്ചിട്ട് കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് നമുക്ക് ദൈവം തന്ന ഈ അവയവം നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക്. അപ്പൊ നമ്മൾ ആരോഗ്യമായിരിക്കണം. അങ്ങനെ എല്ലാവരും ആരോഗ്യമായിരുന്നു കഴിഞ്ഞാൽ വലിയൊരു ട്രാൻസ്പ്ലാന്റേഷന്റെ ആവശ്യമൊന്നും വരില്ല. ആ ഒരു ബോധമാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ട് 2008 മുതൽ എനിക്ക് കൂടുതലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് സ്വന്തം ശരീരം വണ്ടി ശ്രദ്ധിക്കുന്ന പോലെ, ഇൻഷുറൻസ് പുതുക്കുന്ന പോലെ, അല്ലെങ്കിൽ ടെസ്റ്റ് കൊടുക്കുന്ന പോലെ നിങ്ങളുടെ ശരീരം ഇടയ്ക്കൊക്കെ ചെയ്ത് അത് ആരോഗ്യമുള്ളതായിട്ട് വഹിക്കാം. അവയവദാനം ചെയ്തോ അല്ലെങ്കിൽ
രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ, ഡിവൈൻ വിഷൻ, ചാലക്കുടി, തൃശൂർ.